കർത്തനാം യഹോവേ, എന്നെ ഇത്രത്തോളവും കൊണ്ടുവരുവാൻ എൻ ഗ്രഹവും എന്തുള്ളു. കർത്തനാം യഹോവേ, എന്നെ ഇത്രത്തോളവും കൊണ്ടുവരുവാൻ എൻ ഗ്രഹവും എന്തുള്ളു. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഹൃദ്യമായ പ്രഭാത വന്ദനം അറിയിക്കുന്നതിന് സന്തോഷമുണ്ട്. ഈ പ്രഭാതത്തിൽ ധ്യാനത്തിനായിട്ട് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. 1-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം വായിക്കാം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക വിശ്വാസികളെ അവരുടെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തുവാനും ഉറപ്പിക്കുവാനും അവരെ ബലപ്പെടുത്തുവാനും പറയുന്ന വാക്യങ്ങളാണ് നാം വായിച്ചത്. ഇവിടെ 3 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, അവർക്ക് ദൈവത്തോടുള്ള ബന്ധം. 2, അവരുടെ അന്യോന്യമുള്ളതായ ബന്ധം. 3, ഇതിനടിസ്ഥാനമായ കാര്യം എന്താണ്? അതാണ് ഈ ഭാഗത്ത് പറയുന്നത്. 1, ദൈവത്താൽ അവർ സ്നേഹിക്കപ്പെട്ടവരാണ്. അതെങ്ങനെ അറിയാൻ സാധിക്കും? നിങ്ങൾ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ദൈവം അവരെ തെരഞ്ഞെടുത്തപ്പോൾ അതിൽ നിന്നൊരു കാര്യം വ്യക്തമായി: അവർ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. അഥവാ ദൈവം അവരെ സ്നേഹിച്ചതുകൊണ്ടാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരായി തീർന്നത്. ദൈവത്താലുള്ള തിരഞ്ഞെടുപ്പ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന നമ്മൾ വായിക്കുന്നുണ്ട്: വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കമാണ്. ആ ചുരുക്കമായ കൂട്ടത്തിൽ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളും രക്ഷിക്കപ്പെട്ടവരായ ദൈവമക്കളെല്ലാം ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 16-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. നിങ്ങൾ പോയി ഫലം കായ്പാൻ, നിങ്ങളുടെ ഫലം നിലനിൽപ്പാനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ ദേവനോട് അപേക്ഷിക്കുന്നൊക്കെയും നിങ്ങൾക്ക് ചെയ്തു തരുവാൻ തന്നെ എന്ന് നമ്മളോട് വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിനെ നമ്മൾ തിരഞ്ഞെടുത്തതല്ല, കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതാണ്. നാം ആ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ആ നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വളരെയാണ്. നാം പോയി ഫലം കായ്ക്കേണ്ടവരാണ്. അതിനാണ് നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതെന്ന് അവിടെ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഇനി നമ്മളെ എപ്പോഴാണ് തിരഞ്ഞെടുത്തെന്ന് ഒന്ന് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുയേശുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിനേക്കാൾ, ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിനേക്കാൾ ദൈവം പ്രാധാന്യം കൊടുത്ത് ചെയ്തൊരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് പറയുന്നത്: ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളത്. റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരും പൗലോസ് പറയുന്നുണ്ട്: ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാർ. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ട് ഇനി ലോകത്തിൽ ആർക്കും നമ്മളെ കുറ്റം വിധിക്കുവാനായിട്ട് സാധ്യമല്ല. കാരണം കുറ്റം വിധിക്കാൻ യോഗ്യനായ ദൈവമാണ് നമ്മെ തിരഞ്ഞെടുത്തത്. എന്തിനാണ് നമ്മെ തിരഞ്ഞെടുത്തത്? നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും നിർത്തേണ്ടതിന്. ഭാവിയിൽ നാം അവന്റെ സന്നിധിയിൽ നിൽക്കും. വിശുദ്ധരായി, നിഷ്കളങ്കരായി, കുറ്റമില്ലാത്തവരായിട്ട് നിർത്തുന്ന ഒരു ദിവസമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തിനായിട്ട് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നാം ആദ്യം ഉറപ്പാക്കണമെന്ന് പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അങ്ങനെയായാൽ നാം
ദൈവത്തിന്റെ സന്നിധിയിൽ ഫലമില്ലാത്തവരായി തീരത്തില്ല. നമ്മളുടെ വിളിക്കപ്പെട്ടിരിക്കുന്ന നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ളത് ഉറപ്പാക്കുക. നാം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവെന്താണ്? യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ച ദൈവമക്കളാകുമ്പോൾ ദൈവത്തിന്റെ വചനം നൽകുന്ന ഉറപ്പാണ് നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു അനുഗ്രഹീതമായ തിരഞ്ഞെടുപ്പ് ലഭിച്ചിരിക്കുന്ന വിശ്വാസികളോട് പൗലോസ് പറയാണ്, എങ്ങനെയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്? ഇതിന്റെ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 13-ാമത്തെ വാക്യം, ഞങ്ങളോ കർത്താവിന് പ്രിയ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശദീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട്. അപ്പോൾ നമ്മളെ ആദ്യം മുതലേ എന്ന് പറഞ്ഞാൽ കർത്താവ് ലോകമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സത്യത്തിന്റെ വിശ്വാസത്തിലും ആത്മാവിന്റെ ശുദ്ധീകരണത്തിലും രക്ഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ശിക്ഷിക്കപ്പെടുവാനായിട്ടല്ല, നിത്യനാശത്തിൽ നിന്ന് നിത്യയിലേക്ക്, നിത്യരക്ഷയിലേക്ക് നമ്മെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് നമുക്കെത്രയോ സന്തോഷകരമായ കാര്യമാണ്. ദൈവത്തിന്റെ വചനം ആ കാര്യം നമ്മെ ഓർപ്പിക്കാം. നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ട സഹോദരന്മാരെ എന്ന് ഇവിടെ പറയാം. നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ദൈവത്തിന്റെ എല്ലാ കരുതലുകളും, സ്വർഗീയമായ പൗരത്വം, സ്വർഗീയമായ ഭവനം, സ്വർഗീയമായ നിശ്ചയമം, സ്വർഗീയമായ അവകാശം, ഇതെല്ലാം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലമായിട്ട് ലഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല, നാം അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാനായിട്ട് നമ്മെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് പൗലോസ് പറയുകയാണ്, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകേണ്ട, നിങ്ങൾ തളർന്നു പോകേണ്ട. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവപൈതന്റെ കാര്യത്തിൽ ദൈവത്തിന് ഏറ്റവും വലിയ കരുതലുണ്ട് എന്നുള്ളത് നമ്മെ ധൈര്യപ്പെടുത്തുകയും നമ്മെ ഉറപ്പിക്കുകയും ചെയ്യേണ്ട വസ്തുതയാണ്. ഇനി അടുത്തായിട്ട് പറയുകയാണ്, ഈ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉള്ള തിരഞ്ഞെടുപ്പ്, അതിന്റെ കാരണം ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചു. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം തന്റെ പുത്രനെ നമ്മെ സ്നേഹിച്ചത് നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമാക്കുവാൻ ലോകത്തിലേക്ക് അയച്ചവന്റെ സാക്ഷാൽ സ്നേഹം എന്ന് നാം വായിക്കുന്നു. യഥാർത്ഥമായ ദൈവസ്നേഹം നമുക്ക് പകരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി എന്നുള്ളതാണ്. ദൈവസ്നേഹത്തിന്റെ ആഴം, വീഴവും നീളവും വീതിയും നമുക്ക് വർണ്ണിച്ചു തീർക്കുവാനായിട്ടോ അളന്നു തീർക്കുവാനോ കഴിയാത്ത വിധം അത്രയേറെ അഗാധമായ ദൈവസ്നേഹത്താൽ നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളത് നമുക്ക് എത്രയോ സന്തോഷകരമായ കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർ എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പദവി ദൈവം നമുക്ക് തന്നിരിക്കുക. നമുക്ക് പഴയ നിയമം വായിക്കുമ്പോൾ മോശയെക്കുറിച്ചും ശലോമോനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ളവരെല്ലാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ് എന്ന് പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ പുതിയ നിയമസഭയിലെ എല്ലാ ദൈവമക്കളെയും, രക്ഷിക്കപ്പെട്ട ദൈവസഭയുടെ ഭാഗമായി തീർന്ന എല്ലാ ദൈവമക്കളെയും ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം. ആ നിലയിൽ ദൈവസ്നേഹത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ആ സ്നേഹത്തിൽ വസിക്കാം, ആ സ്നേഹത്തെ നമുക്ക് നിലനിൽക്കാം. മാത്രമല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നുവല്ലോ. നാം അത് മനസ്സിലാക്കുകയും അത് ഗ്രഹിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അതിനൊരു വെളിപ്പാടാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ വെളിപ്പാട് നമ്മുടെ ബുദ്ധിപൂർവമായ ഒരു അറിവല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന സത്യമാണ്. അത് ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് കഴിയേണ്ടതാണ്. മാത്രമല്ല, മറ്റുള്ളവരോട് നമ്മുടെ ബന്ധം, സഹോദരന്മാരെ എന്ന് പൗലോസ് പറയുകയാണ്. നമുക്കറിയാം, പൗലോസ് ആരായിരുന്നു? ഒരു പരീക്ഷനായിരുന്നു. മറ്റുള്ള വിശ്വാസികളെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നവനായിരുന്നു. എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ ഈ ജാതികളായ ആളുകളെ ഒക്കെ സഹോദരന്മാരായിട്ട് കാണുകയാണ്. ഒരേ ആത്മീയ സഹോദരീയ ബന്ധം, ഒരേ സ്വർഗീയ ഭവനത്തിൽ ജനിക്കപ്പെട്ടവർ, ആത്മീയമായ ആ ഉറ്റ അടുപ്പം, സഹോദരന്മാരെ എന്നാണ്, സ്നേഹിതരെ എന്നല്ല വിളിച്ചിരിക്കുന്നത്. പിരിയാത്ത ക്രിസ്തുവിലുള്ള ആ സഹോദരീയ ബന്ധം. നമുക്കറിയാം, ഈ ലോകത്തിലെ സഹോദരീയ ബന്ധങ്ങളൊക്കെ അവസാനിക്കുമ്പോഴും നിത്യകാലം കർത്താവിന്റെ സഹോദരന്മാരെന്ന നിലയ്ക്ക് കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന അനുഗ്രഹീതമായ ബന്ധം
ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടത് മൂലം, ദൈവം നമ്മെ തിരഞ്ഞെടുത്ത മൂലം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ തിരഞ്ഞെടുപ്പിൽ ആശ്രയിച്ച്, ആ തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ആ സഹോദര്യ ബന്ധം നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാം. അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.